ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. അത്രല്ലേ L365 സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തി. യെസ്, ഓസ്റ്റിൻ ആൻഡ് തോമസ്. ഓസ്റ്റിൻ ഡാൻ തോമസ്. ഡാൻ ആണ്. സാരല്ല, അത് പേര് മാറിപ്പോവും. അത്രയും ബുദ്ധിമുട്ടാ അതൊന്ന് പറഞ്ഞെടുക്കണമെങ്കിൽ. യെസ്, എന്തായാലും അതായത് പുതുമുഖ സംവിധായകനാണ്. യെസ്, എടുത്തു പറയേണ്ട സംഭവമാണ്. കാലങ്ങളായി ലാലേട്ടൻ ഒരു പുതുമുഖ സംവിധായകന് ഒരു ഡേറ്റ് കൊടുത്തിട്ട്. അന്ന് നമ്മൾ ഇവരുടെ ഇത് പറഞ്ഞപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് പറഞ്ഞു. 6 വർഷം. അതായത് പുതുമുഖ സംവിധായകൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന ലാലേട്ടനെ വെച്ച്. അതെ, ഇതിന്റെ റൂമർ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഓസ്റ്റിൻ ഡാൻ തോമസും പിന്നെ രതീഷ് രവി അല്ലേ? അതെ, രതീഷ് രവിയുടെ സ്ക്രിപ്റ്റിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ വരുന്ന ലാലേട്ടൻ മൂവി. ലാലേട്ടൻ ഇതിൽ കോപ്പായിട്ടായിരുന്നു വരിക. അതും കോമഡി കോപ്പ്. അങ്ങനെ കേട്ടിട്ടുള്ളത് കോമഡി ജോണർ ആണെന്നാണ് അന്ന് കേട്ടിരുന്നത് കേട്ടോ. എന്തായാലും അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. കാണാം. ഓക്കെ, ഇതാണ് ഇവരുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ കേട്ടോ. L365 ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ബാത്റൂമോ അല്ലെങ്കിൽ കൈ കഴുകുന്ന ഒരു മൂല, ഒരു ഏരിയ. അവിടെ വലിയൊരു മിററുണ്ട്. ആ മിററിലാണ് L365 കാണുന്നത്. ഓക്കെ, പിന്നെ യൂണിഫോം ഉണ്ട്. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐയുടേതാണ്. 2 സ്റ്റാറാണുള്ളത്. പിന്നുള്ളത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ, ആസ്റ്റിൻ ഡാൻ തോമസ്, ആഷിഖ് ഉസ്മാൻ, രതീഷ് രവി. ഇത്രേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നമുക്ക് ഇതൊരു കോമഡി ഫിലിമായിട്ടൊന്നല്ല ഫീൽ ചെയ്യുന്നത്, ഒരു ത്രില്ലറൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. ഒരു കോമഡി ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പം അവർ ഉദ്ദേശിക്കുന്ന ഇതിനകത്ത് വല്ല കോമഡി ഉണ്ടോ? എനിക്കിത് കാണുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു സീനാണ് ഓർമ്മ വരുന്നത്. തുടരും സിനിമയിൽ ജോർജ് സാറ് കഴിയിട്ട് ആ ഒരു ഭീകരമായ ഫീൽ ഇതുണ്ടല്ലോ, ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് കൈയ്യിട്ടിറങ്ങാ. എന്താണെങ്കിലും ഇത് ഇവര് കോമഡി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തോന്നുന്നില്ല കേട്ടോ. അല്ല, റൂമറുകൾ വരുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ട്. എന്തായാലും ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു കോപ്പ് ക്യാരക്ടറാണ് ലാലേട്ടൻ ചെയ്യുന്നതെന്നുള്ളത് മാത്രം ഇതിലൊരു സൂചന ഉണ്ട്, അല്ലാതെ ഒന്നുമില്ല. ഓക്കെ, വിത്ത് ഇമ്മൻസ് ജോയ് ഐ അനൗൺസ് മൈ നെക്സ്റ്റ് ഫിലിം ഡയറക്റ്റഡ് ബൈ ഓസ്റ്റിൻ ഡാൻ തോമസ്, റിട്ടൺ ബൈ രതീഷ് രവി. ഈ രതീഷ് രവിയുടെ സ്ക്രിപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയോ? കുറേ ഉണ്ട്. ഇഷ്കിന്റെ സ്ക്രിപ്റ്റ്, അതായത് നോട്ടബിൾ സ്ക്രിപ്റ്റ് അതാണ്. ഇഷ്ക്, സാഹസമല്ലല്ലോ, എന്തായിരുന്നു അതിന്റെ പേര്? അടി. ഇഷ്ക്, അടി, മഹാറാണി. സാഹസമല്ല കേട്ടോ, മഹാറാണി. പിന്നെ പുള്ളിക്കാരൻ സ്റ്റാറാ. പിന്നെ ആലപ്പുഴ ജിംഖാനയിലെ സംഭാഷണം രതീഷ് രവി ആയിരുന്നു അല്ലേ? മമ്മൂക്കയെ വെച്ച് ഒരു സിനിമ ചെയ്ത ഒരു എഴുത്തുകാരന്റെ കൂടെയാണ് ലാലേട്ടൻ കൈ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഒരു വമ്പൻ ഫ്ലോപ്പ് സിനിമയായിരുന്നു അത്. പുള്ളിക്കാരൻ സ്റ്റാറൊക്കെ ഇതിലെയാ പോയതെന്ന്. അതെ, വെറും പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാർ ഇല്ലായിരുന്നു. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഷിഖ് ഉസ്മാൻ അണ്ടർ ദ ബാനർ ഓഫ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ്. ഗ്രേറ്റ്ഫുൾ ടു ബി പാർട്ട് ഓഫ് ദിസ് എക്സൈറ്റിംഗ് ന്യൂ ചാപ്റ്റർ L365. അപ്പോൾ പുതിയൊരു ഹാഷ്ടാഗ് കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. L365. ഇനി ഇതിന്റെ കാസ്റ്റിങ്ങിന്റെ ഒക്കെ ഒരു ഇത് വരുമ്പോ അറിയാൻ പറ്റും അത് ഏത് രീതിയിലേക്ക് ആ സിനിമ പോണേന്നുള്ളതിനൊക്കെ. ഏകദേശം ലാലേട്ടൻ എത്ര കാലമായി പോലീസ് വേഷത്തിൽ? ലാലേട്ടൻ കുറേ നാളുകളായില്ലേ. അതൊരു സംഭവമാണ്. പിന്നെ ഈ ലാലേട്ടനെ പുതുമുഖ സംവിധായകന് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവം പറയുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ തികച്ചു കിട്ടില്ലേ? പിന്നെ ആശ്വാസമായി. അതെന്തായാലും എല്ലാവർക്കും അല്ല, മാറ്റം അത് അനിവാര്യമാണ്. അത് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ല, മാറി ചിന്തിക്കുമ്പോൾ ആളുടെ ആ ഒരു സ്ഥിരം ആൾക്കാരെ മാറ്റിയിട്ട് വേറെ വൈബില് വേറെ ടീമിന്റെ കൂടെ വരുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഇനി അഥവാ ഒന്ന് പരാജയപ്പെട്ടാൽ പോലും അത് പ്രശ്നമുള്ള കാര്യമല്ല. അത് പുതിയൊരു പരീക്ഷണമാണ്. അപ്പൊ അത് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം. അതൊന്നും ബാധകമാകുന്നില്ല. സ്ഥിരം ശൈലിയിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഒരുപാട് നാളുകൾക്ക് ശേഷം പോലീസ് വേഷത്തിലേട്ടൻ. എൽ ബാക്ക് ഇൻ കോപ്പ് റോൾ. എൽ ബാക്ക് വിത്ത് പ്രോപ്പർ സ്ക്രിപ്റ്റ് സെലക്ഷൻസ്. നല്ല സ്ക്രിപ്റ്റ് ആയാൽ മതി. അതാണ് പേടിയുള്ളൂ, നല്ല സ്ക്രിപ്റ്റ് ആവട്ടെ. കാരണം ചെയ്തു വെച്ചിരിക്കുന്ന ഇതിനു മുൻപുള്ള സ്ക്രിപ്റ്റിൽ
ഒരു ടെൻഷൻ ഉണ്ട്. അത് ഒരെണ്ണം മാത്രമേ എനിക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം ഉള്ള ഇഷ്ക് മാത്രമാണ് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സിനിമയായിട്ട് സ്ക്രിപ്റ്റ് ആയിട്ട്. ബാക്കിയെല്ലാം അയ്യോ മഹാറാണിയൊക്കെ എന്തായിരുന്നു, അടിയാണെങ്കിലോ അതിന്റെ അപ്പുറം. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമകളായിരുന്നു അത്. അല്ല സംഭവം എന്താ അറിയോ, കിടിലൻ സാധനം ഇവിടെ ഉണ്ടാവും, അത് വേറൊരു സത്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, മറ്റേ ഇതിലേക്ക് വരുമ്പം ആ ഒരു ജോണറൊന്നും ആയിരിക്കില്ല ചിലപ്പോ പിടിക്കാൻ പോണത്. ഒരു ത്രില്ലർ സൈഡ് സാധനമൊക്കെ വരണമെങ്കിൽ ഗംഭീരമായിരിക്കും ചിലപ്പോ. പറഞ്ഞു വരുമ്പോ അങ്ങനെ വരും. അതെ, പുറത്ത് വരുമ്പോ വേറെ സംഭവം. ഇപ്പൊ തുടരും തന്നെ അറിയാലോ, അതൊരു ഉദാഹരണമാണ് തുടരും. നമ്മൾ കുറെ ഇവിടെ കിടന്ന് പറഞ്ഞായിരുന്നു ചീത്ത കേട്ട് പണ്ടാറടക്കിയത്. ഇത് സാധാരണ ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നത്, പക്ഷെ അങ്ങനെയല്ലല്ലോ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ മേ ബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പ്രതീക്ഷ പോലീസ് വേഷം എന്തിനാന്നുള്ളതാണ്. അതും വെറുതെ ഒരു അല്ലെങ്കിൽ ഒരു കോമഡി ഇതിന് വേണ്ടിയിട്ട് ആ ഒരു വേഷത്തിൽ ഇപ്പത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സിനിമ എത്രത്തോളം വിജയിക്കും എന്നുള്ളത്. ത്രില്ലറൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഇപ്പം ആസിഫ് അലിയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ടിട്ടില്ലേ, അജാദി കിടലിന് ഐറ്റം ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അല്ലാത്ത ഒരു സാധനത്തിലേക്ക്, ഒരു കോമഡി സാധനത്തിലേക്കൊക്കെ പോയാൽ ചിലപ്പോൾ അത് വേറെ ടെൻഷൻ അടിക്കണം. അതെ, നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ വേറെ രീതിയിൽ വരുമ്പോ ചിലപ്പോ കേറിയും കട്ടിക്കും. അല്ല അത് ചിലപ്പോ പറയാൻ പറ്റൂല. പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടനും കൂടി ആയതുകൊണ്ട് അതായത് ജസ്റ്റ് അവറേജ് കിട്ടിയാൽ മതി, പിന്നെ ഒരു പോക്കായിരിക്കും. തട്ടിമുട്ടി ഒരു അവറേജ് എത്തിയാൽ മതി, നോ പ്രോബ്ലം. പിന്നെ അതിനെ കുറിച്ച് പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ലോ. പിന്നെ വർഷങ്ങളായി പോലീസ് വേഷം ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഇപ്പൊ ഏതാ, ബാബ കല്യാണിയാണോ? അല്ലല്ലോ, എനിക്കത് ഓർമ്മയില്ല ഏതാ ലാസ്റ്റിലോ കഴിഞ്ഞിട്ടുള്ളതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അതായത് ലാലേട്ടൻ താടി വെച്ചിട്ട് കുറെ കാലമായി, പിന്നെ താടി വടിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ ട്രിം ചെയ്ത് വന്നിട്ടുള്ളത് ഹൃദയപൂർവ്വത്തിലാണ്. അതും പൂർണ്ണമായും ക്ലീൻ ഷേവ് അല്ല. അല്ല അപ്പോൾ തീർച്ചയായിട്ടും SI ആയിട്ടുള്ള ക്യാരക്ടർ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലുക്കിൽ വരേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ, പിന്നെ അങ്ങനത്തെ രീതിയിൽ ആ ഒരു ലുക്കിൽ വരുമ്പോൾ കോമഡി എങ്ങനെ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും അനൗൺസ്മെന്റ് നമ്മളെ ഞെട്ടിച്ചു. വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ അവര് എംഎംഎന്റെ ലൊക്കേഷനിൽ കടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടത്. എന്താണെങ്കിലും അനൗൺസ്മെന്റ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി സംഭവങ്ങൾ കൂടി അറിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പോലീസ് സ്റ്റോറി ലാലേട്ടൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പേടിയുണ്ട്, പക്ഷെ അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. രണ്ടും. അതെ, കാലങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമയിലേക്ക് ആ രീതിയിൽ പോലീസായിട്ട് ലാലേട്ടൻ എത്തിയിട്ടില്ല. അതായത് പക്കാ നാച്ചുറൽ ആയിട്ടുള്ള ഫണ്ണൊക്കെ പറയും നമ്മളെ ഇവിടെയൊക്കെയുള്ള റിയലിസ്റ്റിക് പോലീസുകാരനെ അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വേറെ ലെവല് അങ്ങനെയാണെങ്കിൽ വേറെ ലെവല് സാധനമായിരിക്കും. എന്തായാലും അങ്ങനത്തെ രീതിയിലുള്ള എഴുത്ത് തന്നെ ആയിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം രതീഷ് രവിയുടെ രീതി അങ്ങനെയാണ്. അത് ഭയങ്കര സംഭവമാക്കിയുള്ള എഴുത്തുള്ള അങ്ങനത്തെ ഒന്നുമല്ല, നോർമലായിട്ട് എഴുതുന്ന ആളാണ്. പിന്നെന്താണെന്നറിയോ, ഒരു റിയലിസ്റ്റിക് പോലീസുകാരന്റെ ഒരു സാധനമൊക്കെയാണ് ഇഷ്കില് വന്നിട്ടുള്ളത്. മോനെ അതിനകത്ത് ഷൈൻ ടോം ചാക്കോ കയറിയിട്ട് കാത്തി പൊളിച്ച സാധനമാണ്. അജാദി അങ്ങനത്തെ ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് കോമഡി രീതിയിലൊക്കെ പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ, കോമഡി ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും അവര് ഒന്നും ലെവലായിരിക്കും. അവര് പാകത്ത് തന്നിരിക്കുന്നത് ഇതാണ്, അല്ലാതെ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും അവർ പറഞ്ഞു. അല്ല അതൊരു സത്യമാണ്. ഇതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, റൂമർ വെച്ചിട്ട് അതിനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത് ഒരു കാര്യമില്ലാണ്ട് വരട്ടെ, വന്നിട്ട് ടെൻഷൻ അടിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. തീർച്ചയായിട്ടും.